ഇപ്പൊ മിനിസ്റ്റർ പഴയ പ്രസംഗ പുലിയൊക്കെയാണല്ലോ, ഒരുപാട് കുട്ടികൾ ഈ പരിപാടി കാണുന്നുണ്ട്, രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെ. അപ്പം മിനിസ്റ്റർ ഇപ്പൊ ഒരു കുട്ടിയാണെന്ന് സങ്കല്പിക്കുക, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി. അപ്പൊ മിനിസ്റ്റർക്ക് ഇപ്പൊ വിഷയം കിട്ടുകയാണ് പ്രസംഗിക്കാനായിട്ട്. വർത്തമാന ലോകം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തെ കുറിച്ച് 1 മിനിറ്റ് ഒന്ന് പ്രസംഗിച്ചാൽ മിനിസ്റ്റർ എങ്ങനെയായിരിക്കും പഴയ കാലത്തെ ആ പ്രസംഗത്തിന്റെ ശൈലിയിൽ? നമ്മൾ ഈ രാഷ്ട്രീയം വിട്ടിട്ട് സ്കൂൾ കുട്ടിയുടെ നിലവാരത്തിലൊരു പ്രസംഗം തുടങ്ങും. നമ്മൾ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എന്ന ആശംസയോടുകൂടി തന്നെ തുടങ്ങും. ഇന്ന് വർത്തമാനകാലം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികളൊന്ന് കമ്പോളവൽക്കരണത്തിന്റെ ഏറ്റവും പുതിയ ആശയങ്ങൾ നമ്മുടെ കുട്ടികളുടെ തലയ്ക്ക് മീതെ പെയ്തിറങ്ങുന്നു എന്നുള്ളതാണ്. മനുഷ്യരാവുക എന്ന മുദ്രാവാക്യമാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്. വർത്തമാനകാലത്തിന്റെ വെല്ലുവിളികളെ നേരിടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആശയമാണ് 64ാമത് സ്കൂൾ യുവജനോത്സവത്തിന്റെ 25 വേദികളും സൂര്യകാന്തി മുതൽ ഇങ്ങോട്ട് മനോഹരമായിട്ടുള്ള പൂക്കളുടെ പേരിലാണ്. നമുക്ക് മാതൃകയാക്കാവുന്ന ഈ പേരുകൾ ഒരു തോട്ടത്തിലെ വിവിധ നിറങ്ങളിലും വിവിധ സുഗന്ധങ്ങളിലുമുള്ള പൂക്കളെ പോലെ മതേതരത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും വേദിയിലേക്ക് നമ്മൾ പോകണം എന്നാണ് ആധുനിക കാലത്തെ സംസ്കാരം. വഴിതെറ്റിപ്പോകാൻ ഒരു കാരണവശാലും നമ്മളെ പ്രേരിപ്പിക്കാതിരിക്കാൻ പിന്നിട്ട കാലത്തിന്റെ പാരമ്പര്യത്തോടെ ആത്മവിശ്വാസത്തോടെ പോകണം. നമസ്കാരം. ഓക്കെ, വെരി ഗുഡ്. പ്രസംഗ മത്സരത്തിന് വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 1ാം സമ്മാനവും A+ ശ്രീ കെ രാജൻ, തൃശൂർ. മിനിസ്റ്റർ